പതിരിട്ടാൽ വീഴുന്ന പറവകൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഞാൻ കടമെടുത്ത തലക്കെട്ടാണ് കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പ്രതിഭാശാലിയായ ഗ്രേസി എഴുതിയ ഒരു ചെറുകഥയുടെ പേരാണ് പതിരിട്ടാൽ വീഴുന്ന പറവകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് പതിരിട്ടാൽ വീഴുന്ന പറവകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും? വരൂ ഞങ്ങളുടെ പാർട്ടിയിലേക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കസേര തരാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ ഉടൻ ആ കസേരയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പതിര്. ആ കസേരയുടെ രീതി, ആ പതിരിന്റെ രീതി മാറാം. കസേര കുറച്ച് വലുതാകാം, രാജകീയമാകാം, ചെറുതാകാം, എന്ത് തന്നെ ആയാലും ഒരു കസേര തരാം എന്ന് പറഞ്ഞാൽ കാലുമാറാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഐഡിയോളജിയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഉള്ളത്. നഷ്ടപ്രജ്ഞരായ നമ്മുടെ രാഷ്ട്രീയക്കാർക്കുള്ളത്, നഷ്ടപ്രജ്ഞരായ നമ്മുടെ രാഷ്ട്രീയക്കാർക്കുള്ളത് എന്ന് ആവർത്തിച്ച് പറയാനാണ് ഞാൻ പതിരിട്ടാൽ വീഴുന്ന പറവകൾ എന്ന ഹെഡിങ് ഗ്രേസിയിൽ നിന്ന് കടമെടുത്തത്. ഗ്രേസി ഒരു പക്ഷേ ആസ്വദിക്കുമായിരിക്കും ഇത് കേട്ടാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1776 ഞാൻ പോവുകയാണ്, എൻ്റെ ചിന്ത പോവുകയാണ്. ജോർജ് വാഷിങ്ടൺ വളരെ ത്യാഗങ്ങൾ സഹിച്ച് ഒരു ജനതയെ നയിച്ച് അമേരിക്കയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണല്ലോ 1776 ആ വർഷമാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുക. അങ്ങനെ ആ സ്വാതന്ത്ര്യം പ്രാപിച്ച അമേരിക്കയുടെ പ്രഥമ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ വരണമെന്ന് അവിടുത്തെ ജനത മുഴുവൻ ആഗ്രഹിച്ചു. പക്ഷേ ജോർജ് വാഷിങ്ടൺ ആഗ്രഹിച്ചില്ല. അദ്ദേഹം പ്രസിഡന്റ് പദവിയിലേക്ക് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഭരണമാണല്ലോ അവിടെ ഉള്ളത്. ആ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നോമിനേഷൻ പോലും ഇലക്ഷൻ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദം, ജനക്കൂട്ടം മാറി മാറി വന്ന് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി. അവസാനം അവരുടെ സ്നേഹനിർഭരമായ സമ്മർദ്ദങ്ങൾക്ക് ഒടുവിൽ അദ്ദേഹം നോമിനേഷൻ കൊടുത്തു. അവിടുത്തെ പ്രസിഡന്റായി ആദ്യവട്ടം. ആ പ്രസിഡന്റ് ഭരണം കൊണ്ട് തന്നെ അദ്ദേഹം അമേരിക്കയെ, സ്വാതന്ത്ര്യം പ്രാപിച്ച അമേരിക്കയുടെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കത്തക്ക രീതിയിൽ, അതായത് അമേരിക്ക ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉദിച്ച് ഉയർന്ന, അതായത് ചിറകടിച്ചുയരുന്ന ഒരു രാജ്യമാകുന്നതിനുള്ള ബീജാവാപം ചെയ്തു അദ്ദേഹം ആ 5 വർഷം കൊണ്ട്. നമുക്കറിയാം 1776 ശേഷം വളരെ പെട്ടെന്നാണ് അമേരിക്കൻ ഇക്കോണമി വികസനത്തിന്റെ പാതയിലൂടെ കുതിച്ചത്. 2ാം ലോക മഹായുദ്ധമാകുമ്പോഴേക്കും നാം ഓർക്കണം, ലോകത്തെ സ്വർണത്തിന്റെ ഏറിയ കൂറും അമേരിക്കൻ ഇക്കോണമി 2ാം ലോക മഹായുദ്ധം കഴിയുമ്പോഴേക്കും ലോകത്തിന്റെ, അതുവരെ ഇംഗ്ലണ്ടിന്റെ കയ്യിലായിരുന്നു ലോകത്തെ സ്വർണ ശേഖരം ഇതിന്റെ സിംഹഭാഗവുമെങ്കിൽ അതിന്റെ സിംഹഭാഗവും അമേരിക്കൻ ഇക്കോണമിയിൽ എത്തിച്ചേരുന്നു. എന്ന് വെച്ചാൽ ആ തരത്തില് എല്ലാ തര കർമ്മ പദ്ധതികളും കൊണ്ട് അമേരിക്കൻ ഇക്കോണമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിന്റെ ചുക്കാൻ പിടിച്ചത് ആദ്യ 5 വർഷം ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ആ ഭരണത്തിന് ശേഷം വീണ്ടും അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കാനായിട്ട് അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണീരോടെ കാല് പിടിച്ച് അദ്ദേഹത്തോട് നിർബന്ധിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്കും വീണ്ടും വീണ്ടും പ്രസിഡന്റ് ആകാനല്ല, ഞാൻ എൻ്റെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. എന്നേക്കാൾ പ്രഗത്ഭരായവർ ഇവിടെ പ്രസിഡന്റുമാരായി വരും, അതിനു വേണ്ടിയാണ്. അങ്ങനെ അമേരിക്ക മുകളിലേക്ക് വളർച്ചയുടെ പാത താണ്ടാനാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് നിഷ്കരുണം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരൂ. മഹാത്മാഗാന്ധി, നമുക്കറിയാം, അദ്ദേഹം ഒരു മഹാനായ ബാരിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ തന്നെ ബാരിസ്റ്റർ ആയിരിക്കണമെന്നില്ലായിരുന്നു. ഇംഗ്ലണ്ടിലോ ലോകത്തെവിടെയുമോ ബാരിസ്റ്റർ ആയിരിക്കത്തക്ക രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബാരിസ്റ്റർ. അതായത് ഓർക്കണം, അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനിൽ തന്നെ പഠിച്ചാണ് ആ ബാരിസ്റ്റർ പരീക്ഷയൊക്കെ പാസ്സാകുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ആഫ്രിക്കയിലേക്ക്
എന്തിനാണ് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് ബാരിസ്റ്റർ വൃത്തിക്ക് പോയത്? അവിടെ ഒരു ബാരിസ്റ്ററുടെ സഹായം കൂടാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരുടെ കേസുകൾ വാദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോയത്. അങ്ങനെ ആഫ്രിക്കയിൽ തന്റെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്. തനിക്ക് വിദേശത്തോ സ്വദേശത്തോ കിട്ടുമായിരുന്ന വലിയ ബാരിസ്റ്റർ പദവികളൊന്നും വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ കാഹളം, സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ആത്മാവിന് ഇപ്പോൾ ആശ്വാസം നൽകുക എന്ന കാഹളം ഊതിക്കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെ മുഴുവനും താൻ എന്ന ഒറ്റ കുടക്കീഴിൽ അണിനിരത്തി സ്വാതന്ത്ര്യത്തിന്റെ ചവിട്ടുപടികൾ കയറിയത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ച ആ മഹാത്മാവ്, ഇന്ത്യയുടെ ആത്മാവ് ആയി തന്നെ അതായത് വിലസേണ്ട അദ്ദേഹം എന്താണ് ചെയ്തത്? അതായത് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം എനിക്ക് പ്രധാനമന്ത്രിയാകണം, എനിക്ക് പ്രസിഡന്റ് ആകണം എന്നൊന്നും പറഞ്ഞ് മുറവിളി കൂട്ടിയില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതനായി സ്വന്തം പ്രസ്ഥാനവുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. തൻ്റെ ചണയും തൻ്റെ നൂൽക്കലും അങ്ങനെയുള്ള തൻ്റെ പ്രസ്ഥാനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ ആ മഹാത്മാഗാന്ധിയെ, ഈ ജോർജ് വാഷിങ്ടനെ, അതുപോലെയുള്ള എത്രയെത്ര പ്രതിഭാധനന്മാർ നമ്മളുടെ മുൻപിലുണ്ട്. പ്രതിഭാധനന്മാർ മാത്രമല്ല, അവരൊക്കെ എങ്ങനെയോ എത്രയേറെ ആദരിക്കപ്പെടേണ്ട ഈശ്വര തുല്യരായ മഹത് വ്യക്തികളാണ്. അത്തരം മഹത് വ്യക്തികളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ കണ്ടാൽ നമുക്ക് പരമപുച്ഛം തോന്നുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. എന്റെ മണ്ഡലം എന്ന് പറഞ്ഞ് ഒരിക്കൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ ആളുടെ കഴിവുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ നല്ല മിടുക്കിയാകാം, അതുകൊണ്ടാകാം വിജയിപ്പിക്കുന്നത് ആൾക്കാര്. പക്ഷെ ആ നാട്ടിൽ അതുപോലെ മിടുക്കനും മിടുക്കികളും വേറെ ഉണ്ട് എന്നത് തിരിച്ചറിയണം എല്ലാ രാഷ്ട്രീയക്കാരും. അപ്പോ ഒരിക്കൽ നിർത്തി ജയിപ്പിച്ച ആൾ വീണ്ടും വരുന്നു. നമുക്കറിയാം, ദശകങ്ങളോളം ഒരേ തട്ടകത്തിൽ നിന്ന് തന്നെ ജയിച്ചു പോകുന്നു. അവർ മന്ത്രിയാകുന്നു, മുഖ്യമന്ത്രിയാകുന്നു, കേന്ദ്രമന്ത്രിയാകുന്നു, പ്രധാനമന്ത്രിയാകുന്നു. ഇങ്ങനെ തസ്തികകൾ മാറി മാറി അവർ കൈയാളുന്നു. ഇതല്ല രാഷ്ട്രീയത്തിൽ വേണ്ടത്. 1 2 പ്രാവശ്യം അവസരം കൊടുക്കുക, അത് കഴിഞ്ഞ് വേറെ ആൾക്ക് അവസരം കൊടുക്കുക. അങ്ങനെ അവസരം കൊടുക്കുമ്പോഴൊക്കെ അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ MP അല്ലെങ്കിൽ ആദ്യത്തെ MLA തന്നെ അവിടെ വരുന്ന രണ്ടാമത്തെ MP-യെ അല്ലെങ്കിൽ MLA-യെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ജനസേവനം നടത്തുക. അങ്ങനെ ആകുമ്പോഴാണ് ആ ഓരോരുത്തരുടെയും യഥാർത്ഥ പരിജ്ഞാനവും അറിവും ആ മണ്ഡലത്തെ പറ്റിയുള്ള അറിവും എല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ദേശത്തിന്റെ, ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ തത്വമല്ല ഫോളോ ചെയ്യുന്നത്. അതായത് കൊടുത്തവർക്ക് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കുക, കൊടുത്തവർക്ക് തന്നെ വീണ്ടും സ്ഥാനമാനങ്ങൾ കൊടുക്കുക. എന്നിട്ട് പോലും ഇങ്ങനെ പതിരിട്ടാൽ പറന്നു പോകുന്ന പറവകളായി രാഷ്ട്രീയക്കാർ അധപ്പതിച്ചു പോയതിലാണ് എനിക്ക് അതിയായ ദുഃഖം തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ കാലുമാറ്റക്കാരുടെ രാഷ്ട്രീയമായി ഡെമോക്രസി അധപ്പതിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയും നിയമനിർമ്മാണം നടത്തേണ്ടതാണ്. ഒരുപാട് ഇൻകുംബൻസി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടുകളൊക്കെ പലതരത്തിലുള്ളത് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കൂറുമാറി നടക്കുന്നവര് അവരുടെ രാഷ്ട്രീയ മാറ്റം കൊണ്ടാണ്, ചിന്താഗതിയിലെ മാറ്റം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത് പതിരിട്ടാൽ വീഴുന്ന പറവയുടെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് എപ്പോഴും ഒരു കസേര വേണം. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയരത്തിൽ പറന്ന് നടക്കാൻ പറ്റുന്ന കസേര. അവർക്ക് ഇലക്ട്രൽ ബോണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയോ ആയ രീതിയിൽ അവരുടെ പോക്കറ്റിലേക്ക് പണം എത്തുന്ന കസേര. അതായത് വലിയ പാരിതോഷികങ്ങളും വലിയ മാസ ശമ്പളവും എല്ലാ സൗകര്യങ്ങളും ഒക്കെ കൊടുത്താണ് ഓരോരുത്തരെ റാഞ്ചി കൊണ്ടുവന്ന് ഓരോ പൊസിഷനിൽ വെക്കുന്നത്. ഇതെല്ലാം ഡെമോക്രസിയുടെ അപജയത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഡെമോക്രസിയുടെ അപജയമാണ്. ഈ അപജയത്തെ ആരും ആദരിക്കുന്നില്ല, എല്ലാവരും ഇതിനെ എതിർക്കുന്നു. ശക്തമായ നിയമ രീതിയിലൂടെ എതിർത്ത് ഇതിനെ തോൽപ്പിക്കാൻ പറ്റും.
എന്ന് കരുതി, അതായത് ഒരു പാർട്ടിയില് ഭരണമില്ലാതിരിക്കെ ഒരു സ്ഥാനവുമില്ലാത്ത പലരെയും നമുക്കറിയാം മറ്റ് എതിർ പാർട്ടിക്കാർ കൊണ്ടുപോയി സ്ഥാനമാനങ്ങൾ കൊടുക്കും. സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരുടെ വിജയമാണ് എന്ന് കാണിക്കാനാണ്. പക്ഷെ ഈ സ്ഥാനമാനങ്ങളൊക്കെ സ്വീകരിക്കുന്നവർ അത് അർഹിക്കുന്നവരാണോ അല്ലയോ? അതുകൊണ്ട് പൊതുജനത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും? ഇപ്പൊ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കുക. ഇങ്ങനെ പതിരിട്ടാൽ വീഴുന്ന പറവകളെ കൊണ്ടുപോയി എത്രയെത്ര വലിയ പോസ്റ്റുകൾ സൃഷ്ടിച്ചു ഈ ഗവൺമെന്റ്. ഇപ്പോഴും നമുക്കറിയാം അങ്ങനെ പോസ്റ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രൂക്ഷമായ ധനപ്രതിസന്ധി അനുഭവിക്കുന്ന വേളയിൽ പോലും വലിയ തസ്തികകൾ ഈനാം പേച്ചികൾക്ക് വേണ്ടി സൃഷ്ടിക്കുക, ആ വലിയ തസ്തികകളിലൊക്കെ അവരെ പ്രതിഷ്ഠിച്ച് ജനത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന നികുതി പണം വലിയ തോതിൽ ദുർവ്യയം ചെയ്യുക, ആ രീതി ഒരിക്കലും എന്താ പറയുക, സ്വാഗതാർഹമായ രീതിയല്ല. അതിനെ നിരുത്സാഹപ്പെടുത്തണം. എല്ലാ ഗവൺമെന്റുകളും, അതായത് ഡെമോക്രസിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് തീരുമാനം എടുക്കണം. അതായത് ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് എന്താ പറയുക, അവശ രാഷ്ട്രീയക്കാരനായി ഈ തീർന്നിരിക്കുന്നയാളെ അങ്ങനെ തന്നെ നിലനിർത്തുക. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ മാന്യമായ സ്ഥാനങ്ങൾ കൊടുത്ത് മിമിക്രി നടത്തരുത്. അങ്ങനെ നടത്തുന്നത് ഡെമോക്രസിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവനവൻ്റെതായ രീതിയിൽ തീരുമാനമെടുക്കേണ്ടത്. അതാണ് മാന്യമായ രീതി. അതാണ് ജോർജ് വാഷിങ്ടൺ കാണിച്ചു തന്നത്. അതാണ് മഹാത്മാഗാന്ധി നമുക്ക് കാണിച്ചു തന്നത്. അതാണ് ഏതു മഹാരഥനും കാണിച്ചു തരുന്ന മാർഗം.